ഇത് ബാർ ബെൻഡിങ് ഷെഡ്യൂളിൻ്റെ പ്രോബ്ലമാണ്. അപ്പോൾ ബാർ ബെൻഡിങ് ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, സ്റ്റീലിൻ്റെ ടോട്ടൽ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യണം. സ്റ്റീലിൻ്റെ ടോട്ടൽ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ നോർമലി എടുക്കുന്ന അതിൻ്റെ വോളിയം വേണ്ടേ. അപ്പോൾ വോളിയം എന്ന് പറയുമ്പം ആദ്യം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന അതിൻ്റെ ലെങ്ത്ത് കാൽക്കുലേറ്റ് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് വോളിയം കിട്ടുള്ളൂ. സ്റ്റീലിൻ്റെ ലെങ്ത്ത് കാൽക്കുലേറ്റ് ചെയ്യണം. എന്നിട്ട് വോളിയം എന്ന് പറഞ്ഞാൽ π/4d² അല്ല, അതായത് ഏരിയ ഇൻറ്റു ലെങ്ത് ചെയ്യുമ്പോൾ വോളിയം കിട്ടും, ഇൻറ്റു ഡെൻസിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ ടോട്ടൽ വെയിറ്റ് കിട്ടും സ്റ്റീലിൻ്റെ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ എസ്റ്റിമേഷൻ ചെയ്യുന്നത്. ലെങ്ത് കണ്ടുപിടിക്കും, എന്നിട്ട് ഏരിയ ഇൻറ്റു ഡെൻസിറ്റി വോളിയം ഇൻറ്റു ഡെൻസിറ്റി ചെയ്യുമ്പോഴത്തേന് അതിൻ്റെ വെയിറ്റ് കിട്ടും. ഇനിയും അപ്പോൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് 2-3 ഇക്വേഷൻസ് ഓർത്തിരുന്നാൽ മതി. അതായത് നോർമലി ഒരു ബാറ് ബെൻഡ് ചെയ്യുന്നത് ഇത് ഇങ്ങനെയായിരിക്കും ബാറ്. മെയിൻ ബാർ ആണെങ്കിൽ ഇങ്ങനെയായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും എടുക്കുന്ന L+ ഈ ഒരു ഹുക്ക് 9D, ഇത് 9D. D എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ ഓഫ് ദി സ്റ്റീൽ ബാർ. അങ്ങനെയാണെങ്കിൽ 18D ആയിരിക്കും നമ്മൾ മെയിൻ സ്റ്റീലിൻ്റെ അല്ലെങ്കിൽ ഒരു സ്ട്രെയിറ്റ് ബാറിൻ്റെ ലെങ്ത് എടുക്കുന്നത്. അപ്പോൾ അത് ഇവിടെ കൊടുത്തിട്ടുണ്ട്, L+18D. ഈ 9D + 9D എന്ന് പറയുന്ന ഹുക്കാണ്, L എന്ന് പറയുന്ന ആ സ്ട്രെയിറ്റ് ലെങ്ത്. അപ്പോൾ അങ്ങനെ L+18D. ഇനി ബെൻഡഡ് ബാർസ് അല്ലെ ക്രാങ്ക്ഡ് ബാർ എന്നൊക്കെ വരുവാണെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ എന്ത് വരും? L+18D + 2 × L' - L എന്ന് വരും. ഈ L' - L എന്ന് പറഞ്ഞാൽ 0.42D ആണ്, D' ആണ്. അപ്പോൾ L+18D + 2 × 0.42D'. ഇവിടെ കൊടുത്തിട്ടുണ്ട് ആ ഇക്വേഷൻസ് എല്ലാം. L+18D + 2 × 0.42D'. ഇനി നെക്സ്റ്റ് സ്റ്റിറപ്പ് ആണെങ്കിലുള്ള ഇക്വേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, 2B + 2D + 24D. ഈ ക്യാപിറ്റൽ ബിയും ഡിയും ഞാൻ പറഞ്ഞുതരാം, അത് പ്രോബ്ലം ചെയ്യുമ്പോൾ പറഞ്ഞുതരാം. നെക്സ്റ്റ് ഓവർലാപ്പിംഗ് ഒക്കെ വരുന്ന കേസ് 2-3 കേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നോക്കണം. മെയിൻലി ഉള്ള ഇത് ഇത്രയാണ്. ഈ ക്രാങ്ക്ഡ് ബാസിലെ അല്ലെങ്കിൽ ബെൻഡഡ് ബാസിലെ L+18D + 2 × 0.42D' എന്ന് പറയുന്ന അതിൻ്റെ എഫക്റ്റീവ് ഡെപ്ത് വരും. അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇത് ഇത്രയുമാണ് മെയിൻലി ഉള്ള ഇക്വേഷൻസ്. ഫസ്റ്റ് നമുക്ക് ബീമിൻ്റെ ആണ് നമുക്ക് ഫസ്റ്റ് വേണ്ടത്. ബീമിൻ്റെ ആണ് അല്ലേ. അപ്പോൾ ബീമിൻ്റെ പ്രോബ്ലം തന്നിട്ടുണ്ട്. ഇങ്ങനെ ഡയറക്റ്റ്ലി ബീമിൻ്റെ പ്രോബ്ലം തരാം, അല്ലെങ്കിൽ ഫിഗർ തരാം, അല്ലെങ്കിൽ ഇങ്ങനെ ഇപ്പം ഒരു 320 സെൻറ്റിമീറ്ററിലുള്ള ലെങ്തിലെ ബീം, സിംപ്ലി സപ്പോർട്ടഡ് ബീം, 2 മീറ്റർ അല്ലെങ്കിൽ 2 bars of 18 mm ഡയമീറ്റർ മെയിൻ ബാർ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടും ഇത് ഡിസ്ക്രിപ്റ്റീവായിട്ടും തരാം. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഒരു ബോക്സ് കോളം വരച്ച് വെക്കണം. സീരിയൽ നമ്പർ, ഡിസ്ക്രിപ്ഷൻ, ഷേപ്പ്, ലെങ്ത്ത്, യൂണിറ്റ്, നമ്പർ ഓഫ് ബാർസ്, ടോട്ടൽ ലെങ്ത്ത്, ടോട്ടൽ വെയിറ്റ്. അപ്പോൾ ആദ്യം ഇതിലുള്ളത് നമുക്ക് ഡിസ്ക്രിപ്ഷൻ, ഓരോന്നിൻ്റെയും ഡിസ്ക്രിപ്ഷൻ വേണം. അപ്പോൾ ഇവിടെ നമുക്ക് മെയിൻലി ഉള്ളത് ഏതൊക്കെ ബാറാണ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. 2 numbers of 18 mm, പിന്നെ 4 numbers of 18 mm, 2 numbers of 8-5. അപ്പോൾ ഈ മേളിൽ കാണിച്ചിരിക്കുന്ന 2 numbers of 8-5 എന്ന് പറയുന്നത് നമുക്കറിയാം, മേളിൽ നമ്മൾ സ്റ്റിറപ്പിനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടി 2 ബാർ കൊടുക്കും. അതായിരിക്കും ഈ 2 ബാർ എന്ന് പറഞ്ഞാൽ ഈ മേളിൽ കാണിച്ചിരിക്കുന്ന 2 ബാർ 2 numbers of 8-5 ആണ്. അത് ജസ്റ്റ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നതല്ല, നമ്മൾ സ്റ്റിറപ്പിനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നതാണ്. പിന്നെ താഴെ 2 numbers of 18-5-ഉം 5-ഉം 4 numbers of 18-5 രണ്ടെണ്ണം കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ക്രോസ് സെക്ഷൻ നിങ്ങൾ നോക്കുമ്പം താഴെ 2 എണ്ണേ ഉള്ളൂ സപ്പോർട്ടിൽ. മിഡ് സെക്ഷൻ്റെ ക്രോസ് സെക്ഷൻ എടുക്കുമ്പോഴത്തേന് താഴെ 4 എണ്ണം ഉണ്ട് അല്ലേ. താഴെ 4 എണ്ണം ഉണ്ട്. ഇപ്പം എന്താ ഇങ്ങനെ വന്നേ? കാരണം ഇവിടെ ഒരു എന്തുണ്ട്, ബെൻഡഡ് ബാർസ് ഉണ്ട് അല്ലേ. അപ്പോൾ ബെൻഡഡ് ബാർസിൻ്റെ നോക്കിക്കേ, സപ്പോർട്ടിൽ ബെൻഡഡ് ബാർ എവിടെ ആയിരിക്കും? ടോപ്പിലായിരിക്കും. അപ്പോൾ ഈ 4 എണ്ണത്തിൽ 2 എണ്ണം എന്തായിരിക്കും? ബെൻഡഡ് ബാർ ആയിരിക്കും. മിഡിൽ ആ ബെൻഡഡ് ബാർ എവിടെ വന്നു? താഴെ വന്നു. അതാണ് മിഡ് സ്പാനിൽ
താഴെ 4 എണ്ണം. അപ്പോൾ അതിൻ്റെ മീനിങ് ഈ 4 മെയിൻ ബാറിൽ എത്ര എണ്ണം? 2 എണ്ണം ബെൻഡപ്പ് ബാറും 2 എണ്ണം മെയിൻ ബാറുമാണ് 4 എണ്ണത്തിൽ. അതാണ് ഇവിടെ എക്സ്ട്രാ പറഞ്ഞിരിക്കുന്നത്. ഈ 4 എണ്ണത്തിൽ 2 എണ്ണം എടുത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 2 എണ്ണം ബെൻഡപ്പ് ബാറും 2 എണ്ണം സ്ട്രെയിറ്റ് ബാറും. പിന്നെ ഇത് കൂടാതെ ഒരു ഹോൾഡിംഗ് ബാറുണ്ട് സ്റ്റിറപ്പിനെ ഹോൾഡ് ചെയ്യാൻ. പിന്നെ സ്റ്റിറപ്സും ഉണ്ട്. അങ്ങനെ 4 എണ്ണമായിരിക്കും ടോട്ടൽ ഇതിൻ്റെ അകത്തുള്ള ബാർ. അപ്പോൾ ആദ്യം നമ്മൾ 18 mm ബാർ എടുത്തു. അതിൻ്റെ ഷേപ്പ് നിങ്ങൾക്കറിയാം. പിന്നെ ലെങ്ത് എങ്ങനെ കാണും? 18 mm ബാറിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ലെങ്ത് നിങ്ങൾക്കറിയാം എത്രയാണ്? 320 ആയിരുന്നു. പ്ലസ് ഇവിടെയും 20 ഇവിടെയും 20. അപ്പോൾ ടോട്ടൽ 360 അല്ലേ? 320 + 20 + 20 360 മൈനസ് നമുക്ക് കംപ്ലീറ്റ്ലി വേണ്ട. ഇവിടെ കണ്ടോ, ഇവിടെ മുതൽ ഇവിടെ വരെ ഉള്ളൂ. ചെറിയൊരു പോർഷൻ ഇപ്പുറത്ത് കിടപ്പുണ്ട്. അതായത് 2 സൈഡിലും കവറുണ്ട്. അപ്പം എന്ത് ചെയ്യണം? ഇതിൽ നിന്ന് 360 അല്ലെങ്കിൽ 3.6 മീറ്ററിലാണ് 3.6 മൈനസ് 2 സൈഡിലെയും കവർ ഇവിടെ പറഞ്ഞിട്ടുണ്ട് 2.5 സെൻറ്റിമീറ്റർ മൈനസ് 0.025 കവറ്. അതാണ് നമ്മുടെ സ്മോൾ ലെറ്റർ എൽ എന്ന് പറയുന്നത്. നമ്മുടെ L = L + 18D അല്ലേ? അപ്പോൾ ഈ L മാത്രമാണ് ഇത്രയും. പ്ലസ് 18 × D എന്ന് പറയുന്നത് 18 mm 0.018. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് ഫസ്റ്റ് ലെങ്ത് ഓഫ് ദി ബാർ കിട്ടുന്നത്. നമ്പർ ഓഫ് ബാർസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. സ്ട്രെയിറ്റ് ബാർ 2 എണ്ണം ഉണ്ട്. അപ്പം നമ്പർ ഓഫ് ബാർസ് 2. അപ്പം അങ്ങനെ ലെങ്തും കിട്ടി നമ്പറും കിട്ടി. അത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ടോട്ടൽ ലെങ്ത്. പിന്നെ ടോട്ടൽ വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഈ കിട്ടിയ ലെങ്ത് π/4 × d² എന്ന് പറയുന്നത് അതിൻ്റെ ഡയമീറ്റർ ഇൻറ്റു ലെങ്ത് ഇവിടെ 7.748 ഇൻറ്റു ലെങ്ത് ഇൻറ്റു 7865 ചെയ്യണം. π/4 d² L π/4 d² L ഇൻറ്റു 7865. ഓക്കെ, ഇനി നെക്സ്റ്റ് ബെൻഡപ്പ് ബാർ ചെയ്യണം. ബെൻഡപ്പ് ബാർ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം 18 mm 5 ബെൻഡപ്പ് ബാർസ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഓൾറെഡി ഇക്വേഷൻ എന്താ? L + 18D + 2 × 0.42D' ആണ് അല്ലേ? അതിൽ ഇത്രയും നമ്മൾ ഓൾറെഡി ഫസ്റ്റ് തന്നെ കണ്ടുപിടിച്ചു. ഡിയിൽ വ്യത്യാസം ഇല്ലാത്തതുകൊണ്ട് ഡയമീറ്റർ സെയിം അല്ലേ? അപ്പോൾ എത്ര കിട്ടി? 3.874 ഓൾറെഡി കണ്ടുപിടിച്ചു. പ്ലസ് 2 × 0.42 × D' ചെയ്താൽ മതി. ഈ D' എന്ന് പറയുന്നത് എന്താ? ഡെപ്താണ്. നമുക്ക് ഓൾറെഡി ഡെപ്ത് തന്നേക്കുന്നത് എത്രയാണ്? 30 സെൻറ്റിമീറ്റർ ആണ് ഡെപ്ത് തന്നേക്കുന്നത് അല്ലേ? നമുക്കതിൻ്റെ എഫക്റ്റീവ് ഡെപ്താണ് വേണ്ടത്. അപ്പോൾ D' എന്ന് പറയുന്നത് 30 സെൻറ്റിമീറ്ററിൽ നിന്നും 2 സൈഡിൽ ഇവിടുത്തെയും കവർ മൈനസ് ചെയ്യണം. ഇത്രയും ഡെപ്ത് അല്ലേ? അപ്പോൾ അതിൻ്റെ മേളത്തെ കവറും താഴത്തെ കവറും മൈനസ് ചെയ്യണം. 2 × 2.5 എന്ന് ഞാൻ കൊടുക്കുക സെൻറ്റിമീറ്ററിൽ ഇട്ടതുകൊണ്ട്. അപ്പോൾ 30ൽ നിന്ന് 2.5 മൈനസ് ചെയ്യുമ്പം 25 സെൻറ്റിമീറ്റർ. 2.5 മൈനസ് ചെയ്യുമ്പോൾ 25 സെൻറ്റിമീറ്റർ ആണ് D'. ദാറ്റ് ഈസ് 0.25. അപ്പോൾ അത് വേണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. ഇപ്പോൾ 3.87 × 3.87 പ്ലസ് 2 × 0.42 D' എന്ന് പറയുന്നത് എത്ര? 0.25. ഓക്കെ, അപ്പോൾ അങ്ങനെ എന്ത് കിട്ടും? ഹോൾഡിംഗ് ബാറിൻ്റെ ബെൻഡപ്പ് ബാറിൻ്റെ കിട്ടും. നെക്സ്റ്റ് നമ്പർ ഓൾറെഡി തന്നിട്ടുണ്ട്. ഇനിയും സ്റ്റിറപ്പ് ഹോൾഡ് ചെയ്തിരിക്കുന്ന ബാർ. അപ്പോൾ അത് നമുക്ക് ഓൾറെഡി അറിയാം. ഇക്വേഷൻ എന്താ? L + 18D. സ്റ്റിറപ്പ് ഹോൾഡ് ചെയ്തിരിക്കുന്ന 2 ബാർ 8 mm 2 ബാറുണ്ട് അല്ലേ? അപ്പം ഇക്വേഷനിൽ ലെങ്ത് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു 360 മൈനസ് 2 സൈഡിലെയും കവർ 3.6 മൈനസ് 0.025 ചെയ്യുമ്പോൾ കവർ മൈനസ് ആവും. പ്ലസ് 18 × D എന്ന് പറയുന്നത് 8 mm ഇവിടെ 0.008. അപ്പം അങ്ങനെ ഡയറക്റ്റ്ലി ലെങ്ത് കിട്ടും. നമ്പർ ഓഫ് ബാർസ് അറിയാം. പിന്നെ ലാസ്റ്റ് എന്തുണ്ട്? സ്റ്റിറപ്പ് ഉണ്ട്. സ്റ്റിറപ്പിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? 2B + 2D + 24D. ഇതിൽ B എന്ന് പറയുന്നത് എഫക്റ്റീവ് ബ്രെഡ്ത്താണ്. ബ്രെഡ്ത്ത് ഓൾറെഡി നമുക്ക് പറഞ്ഞിട്ടുണ്ട് 20 സെൻറ്റിമീറ്റർ ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് 20 മൈനസ് 2 സൈഡിലെയും കവർ അപ്പം മൈനസ് ചെയ്യണം. 2 × 0.25 ദാറ്റ് ഈസ് 15 സെൻറ്റിമീറ്റർ. അതേപോലെ ഡെപ്തും പറഞ്ഞിട്ടുണ്ട്. D എന്ന് പറയുന്നത്
എഫക്റ്റീവ് ഡെപ്ത് ഈസ് ഈക്വൽ ടു എഫക്റ്റീവ് ഡെപ്ത് എത്രയാണ്? 30 സെൻറ്റിമീറ്റർ ആണ് ഡെപ്ത്. അതിൽ നിന്ന് രണ്ട് സൈഡിലെയും കവർ മൈനസ് ചെയ്യുന്നു. ഞാൻ സെൻറ്റിമീറ്ററിൽ ഇട്ടത് കൊണ്ടാണ് 2.5 മൈനസ് ചെയ്തത്. സെൻറ്റിമീറ്ററിൽ ഇട്ടതുകൊണ്ടാണ് 2.5 മൈനസ് ചെയ്തത്. അപ്പോൾ ഇത് 25 സെൻറ്റിമീറ്റർ വന്നു. അപ്പം ബിയും ഡിയും കിട്ടി. അപ്പോൾ എങ്ങനെ വരും? 2 ഇൻറ്റു ബി എത്ര? 15 സെൻറ്റിമീറ്റർ, ദാറ്റ് ഈസ് 0.15 പ്ലസ് 2 ഇൻറ്റു ഡി ഇപ്പോൾ കിട്ടിയത് 25 സെൻറ്റിമീറ്റർ, 0.25 പ്ലസ് 24 ഡി എന്നല്ലേ? ഡി എന്ന് പറയുന്നത് സ്മോൾ ഡി, അതിൻ്റെ ഡയമീറ്റർ 6 mm ആകുമ്പോൾ 0.006. അപ്പോൾ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? ബിയും ഡിയും ഇടുമ്പം എഫക്റ്റീവ് വേണം ഇടാൻ, അതായത് കവർ രണ്ട് സൈഡിൽ നിന്ന് മൈനസ് ചെയ്യണം. അപ്പോൾ ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമ്പർ ഓഫ് ബാസിന് എപ്പോഴും ഒരു ഇക്വേഷൻ ഓർത്ത് വെച്ചേക്കുക, ലെങ്ത്ത് ബൈ സ്പേസിങ് പ്ലസ് 1. അപ്പോൾ ഇവിടെ ലെങ്ത്ത് എന്ന് പറയുന്നത് എത്രയാണ്? ടോട്ടൽ ലെങ്ത് നമുക്കറിയാം 360 ആണ്, അതായത് 3.6 ആണ്. അതിൽ നിന്ന് കവർ രണ്ട് സൈഡ് മൈനസ് ചെയ്യണം, 0.025 കവർ മൈനസ് ചെയ്തു. ബൈ സ്പേസിങ് നമ്മൾ പറഞ്ഞായിരുന്നു 20 mm ആയിരുന്നു അതിൻ്റെ സ്പേസിങ്, അപ്പം 20 സെൻറ്റിമീറ്റർ ആയിരുന്നു, അപ്പം 0.2 ആണ് സ്പേസിങ്, ഹോൾ പ്ലസ് 1. അപ്പോൾ നമ്പർ ഓഫ് ബാസും കിട്ടി. അപ്പോൾ ഇതിൻ്റെ എല്ലാം കൂടി ടോട്ടൽ വെയിറ്റ് കണ്ടുപിടിക്കുക. ടോട്ടൽ വെയിറ്റിൻ്റെ സം എടുക്കണം. ടോട്ടൽ വെയിറ്റിൻ്റെ സം ഇപ്പോൾ 38 കിട്ടി. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് ഓഫ് സ്റ്റീൽ എന്ന് പറഞ്ഞാൽ 55 പെർ കിലോഗ്രാം തന്നിട്ടുണ്ടെങ്കിൽ അത് എടുക്കുക, ഇല്ലെങ്കിൽ ഇങ്ങനെ അസ്യൂം ചെയ്യാം. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് എത്ര വരും? ഈ 38 ഇൻറ്റു 55 ചെയ്യണം. എന്നിട്ട് കണ്ടിജൻസീസ് എന്ന് പറഞ്ഞിട്ടൊരു 5% കണ്ടിജൻസീസ് നിങ്ങൾക്ക് കൊടുക്കാം. ടോട്ടൽ കോസ്റ്റും കണ്ടുപിടിക്കാം. അത്രയേ ഉള്ളൂ ബീം. അപ്പോൾ ഏതൊക്കെ ബാർ ഉണ്ടെന്ന് നോക്കുക, എന്നിട്ട് അതിന് കറസ്പോണ്ടിങ് ചെയ്താൽ മതി. ബാർ ഇപ്പോൾ 18 mm ഉണ്ടായിരുന്നു, ബെൻഡപ്പ് ബാർ, സ്ട്രെയിറ്റ് ബാർ, പിന്നെ ഹോൾഡിംഗ് ബാർ, സ്റ്റിറപ്പ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ ബീം ചെയ്യാൻ.